ഈ കേരളത്തെ ഒന്ന് വളഞ്ഞു പിടിക്കാൻ എന്തെല്ലാം മാർഗം ചെയ്യാമോ ആ മാർഗങ്ങളിലൂടെയെല്ലാം വളഞ്ഞു പിടിക്കാനുള്ള ശ്രമം സംഘപരിവാർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവരെ കുറ്റമൊന്നും പറയാനൊക്കില്ല. അവർ പിടിക്കാൻ ശ്രമിക്കുന്നവർ ഏത് തന്ത്രങ്ങളും ഉപയോഗിച്ച് പിടിക്കുക എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. എത്രത്തോളം അതിൽ നിന്ന് കുതറുക അല്ലെങ്കിൽ എത്രത്തോളം അതിൽ കഴിയാതിരിക്കുക എന്ന് പറയുന്നിടത്താണ് മറുവശത്തെ തന്ത്രം. ഞാനിത് പറയാൻ കാര്യം, കുംഭമേള എന്ന് പറയുന്ന ഒരു സംഗതി ഇപ്പോൾ തിരുനാവായ കടപ്പുറത്ത് ഭയങ്കര കൊട്ടിഘോഷിച്ച് സർക്കാർ അതിന് ആദ്യം അനുമതി നിഷേധിച്ച് പിന്നീട് അനുമതി നൽകി, പിന്നെ പാലം തടഞ്ഞ് പിന്നെ പാലം കെട്ടി എന്നൊക്കെ പറഞ്ഞ് വലിയ വാർത്ത സൃഷ്ടിച്ചിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ അത് തടയേണ്ട കാര്യമൊന്നുമില്ല. നിയമപരമായ കാര്യങ്ങൾ പാലിച്ചുകൊണ്ട് അത് ചെയ്യാൻ അനുവാദം കൊടുക്കലാണ്. എനിക്ക് രണ്ട് ആംഗിളിൽ നിന്ന് തോന്നുന്നുണ്ട്. നിയമപരമായ ബാധ്യതയ്ക്ക് വേണ്ടി ചെയ്തതാവാം, പിന്നെ തടഞ്ഞു എന്ന് വരുത്തി അതിൽ വലിയൊരു ഹൈപ്പ് കൊടുത്ത ശേഷം പിന്നീടത് നൽകുമ്പോഴത്തേക്കുള്ള ഒരു ഇമ്പോർട്ടൻസ് കൂടി കണക്കിലെടുത്താണോ എന്തോ അറിയില്ല. ഏതായാലും അതിനെ സംബന്ധിച്ചുള്ള ലക്ഷ്യം വളരെ കൃത്യമാണ്. അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് പേരുകളുണ്ട്. ഇപ്പം ഗിരീഷ് കണ്ണൻ, സനാതനം, പിന്നെ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ കുറച്ച് നമ്മൾ പേരറിയാത്ത ഉത്തരേന്ത്യയിലൊക്കെ ഈ മനുഷ്യരുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഇപ്പോൾ കാണുന്ന ഒരു വർഗീയതയുടെയും അതുപോലെ തന്നെ വിഭാഗീയതയുടെയും തുരുത്തുകൾ സൃഷ്ടിച്ച കുറേ ആളുകളെ ഇതിനു വേണ്ടിയിട്ട് ഇവിടെ ഇറക്കിയിട്ടുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പല ആംഗിളിൽ നിന്നാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ വികസനത്തിൻ്റെ കാര്യവും പുരോഗതിയുടെ കാര്യവും പറഞ്ഞിട്ടൊരു സ്ട്രീം, പിന്നെ നമ്മൾ ഇന്നാളെ പറഞ്ഞതുപോലെ ഭജൻ, അമ്പലങ്ങളിലെ പാട്ട് പരിപാടി, അതുമായിട്ട് ബന്ധപ്പെട്ടൊരു ടീം, നിഷ്പക്ഷരായ നിരീക്ഷകരെന്ന് തോന്നിപ്പിക്കുന്ന വേറൊരു ടീം, പിന്നെ ഇതിലൊന്നുമല്ലാത്ത ചില എന്താ പറയുന്നത് ദൈവികമായ സംഗതികളെന്ന് തോന്നിപ്പിക്കുന്ന മറ്റു കുറേ പ്രഭാഷകർ, പിന്നെ ഇതുപോലെയുള്ള ഇവൻസുകൾ, ഈ മേള ആ മേള എന്നൊക്കെ പറഞ്ഞിട്ട് സൃഷ്ടിക്കപ്പെടുന്ന ചില ആചാരങ്ങളെന്ന് തോന്നിപ്പിക്കുന്ന ചില സംഗതികൾ. ഇതൊക്കെ ഉള്ളതിന് മുമ്പ് തന്നെ കേരളത്തിൽ ഇതൊക്കെ ഉണ്ടായിരുന്നു. ആറ്റുകാൽ പൊങ്കാല ഉണ്ടായിരുന്നു, തിരുനാവായ കടപ്പുറത്ത് അതുമായി ബന്ധപ്പെട്ട ആചാരങ്ങൾ ഉണ്ടായിരുന്നു, എല്ലാ കടൽ തീരത്തും ബലിയിടലുണ്ടായിരുന്നു, എല്ലാ ക്ഷേത്രങ്ങളിലും ഉത്സവം ഉണ്ടായിരുന്നു. പക്ഷേ ചില പുതിയ വെറൈറ്റികൾ പുതിയ രൂപത്തിലും ഭാവത്തിലും അവതരിപ്പിക്കപ്പെടുകയാണ് എന്നതാണ് സത്യം. കഴിഞ്ഞ ദിവസം ഞാനൊരു കുറിപ്പ് കണ്ടു. 1921, 2025 100 വർഷങ്ങൾക്കിപ്പുറം വിച്ഛേദിക്കപ്പെട്ട കബന്ധങ്ങളാൽ നിറഞ്ഞ തുവൂരിലെ കിണറുകൾക്കുള്ളിൽ ശാന്തി ലഭിക്കാതെ അലഞ്ഞ ആത്മാക്കൾക്ക് മോക്ഷം ലഭിക്കാൻ അതേ മണ്ണിൽ കുംഭമേള മനസ്സും ശരീരവും ഇനി നാവാമുകുന്ദൻ്റെ മണ്ണിലേക്ക്, അവിടെ ജിഹാദികളാൽ കൊല ചെയ്യപ്പെട്ട നമ്മുടെ പൂർവീകർക്ക് ആദരം. ഹർ ഹർ മഹാദേവ് എന്ന് വെച്ചാൽ പണ്ട് സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് മനുഷ്യരെ കൊല്ലപ്പെട്ട ഒരുപാട് സംഭവങ്ങളുണ്ടല്ലോ. അതുപോലെ കബന്ധങ്ങൾ ഛേദിച്ച സ്ഥലമുണ്ട്, നമുക്ക് ജാലിയൻ വാലാബാഗ് ഉണ്ട്, അങ്ങനെയുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട് സംഘർഷങ്ങളുടെ പേരിൽ മരിച്ച. അതിന് ഒരു പ്രത്യേക പരിപ്രേക്ഷ്യം കൊടുത്ത് ആ ആത്മാക്കൾക്ക് പുണ്യം ലഭിക്കുന്നതിന് വേണ്ടിയാണ് ഈ കുംഭമേള എന്ന തരത്തിലുള്ള ഒരു പോസ്റ്റാണ് ഈ കഴിഞ്ഞ ദിവസം കണ്ടത്. അത് കഴിഞ്ഞിട്ടോ വേറൊരാളിൻ്റെ എഴുത്ത്, അത് എഴുതുന്നത് നിരീശ്വരവാദിയുടെ ആംഗിളിൽ നിന്നാണ്. സുന്നത്തിസം കളിച്ചു നടക്കുന്നതിനിടയിലാണ് അവർ ഞങ്ങളെ ഓടിച്ചിട്ട് പിടിച്ചത്, വീടിന് മുന്നിൽ വെള്ളത്തുണി മറച്ചത്, ഇറച്ചിക്കറിയുടെ മണം വീട്ടിലാകെ നിറഞ്ഞത്, ഞാനും ഇക്കാക്കയും മുഖം നോക്കി കരഞ്ഞത്, പച്ചയിൽ കത്തി വരഞ്ഞത്, തോല് മുറിച്ച് ചുവപ്പ് വെച്ചത്, അവരൊക്കെ മൂക്കും മുട്ടി തിന്നുമ്പോൾ ഞങ്ങൾ നൊന്ത് കരഞ്ഞത്, ആണിൻ്റെ ശുദ്ധതയാണ് ചേലാകർമ്മമെന്ന് അവർ പരക്കെ പറഞ്ഞത്, ഞാനിങ്ങനെ ചിഹ്നം തീർത്ത മുസ്ലിമായത്, എനിക്ക് ലൈംഗിക ശുദ്ധി കൂടിയത്, എന്നിട്ടും മൂത്രം പോകാതെ ആ ഭാഗത്ത് ക്യാൻസർ പിടിച്ച് ചത്ത വല്യാപ്പയും മൂത്രക്കല്ലിൽ വന്ന് കിടക്കുന്ന ഉപ്പച്ചിയും ഒരിറ്റ് ശങ്കയുള്ള ഞാനും, ദൈവവിശ്വാസത്താൽ ആമീൻ പറഞ്ഞത് പടച്ചവന് മതമില്ലെന്ന് ജനിക്കുമ്പോളെ തിരിച്ചറിഞ്ഞിട്ടും ഇന്നും ഞങ്ങൾ സുന്നത്തായതൊക്കെ നടത്തുന്നു. എന്തെന്നാൽ ഞങ്ങളിലെ വിശ്വാസത്തെ ഒരു കൊച്ചുകുട്ടിയും ചോദ്യം ചെയ്യില്ല. പിടിച്ചു കെട്ടിക്കൊണ്ടുപോയെന്ന് കരഞ്ഞ കരച്ചിലാണിപ്പോൾ കാത് മുഴുക്കെ. കൊച്ചുകുട്ടികൾക്ക് എന്ത് മതം? ഇതെഴുതിയിരിക്കുന്നത് പ്രസീത MN ദേവു. കേൾക്കുമ്പോൾ പുരോഗമനപരമായ ഒരു സംഗതിയാണ്, ആശയമാണ്. അവരെ ആരും മാർക്കം ചെയ്തിട്ടില്ല, അവരുടെ മക്കളെ അവർ മാർക്കം ചെയ്യണ്ട, ഈ സുന്നത്ത് കല്യാണം നടത്തണ്ട. ഇത് നടത്തുന്നത് വേറെ ആളുകളാണ്, അവരവരുടെ മക്കളെയാണ് ഇത് ചെയ്യുന്നത്. ഇതിൽ മക്കൾക്ക് എതിർപ്പില്ല. ഇനി മക്കൾക്ക് എതിർക്കാൻ പ്രായമാകുന്നത് വരെ ആ മക്കളുടെ സംരക്ഷകരായിട്ടുള്ള മാതാപിതാക്കളും ബന്ധുക്കളും ബാക്കി എല്ലാവരും കൂടിയാണ് ഇത് ചെയ്യുന്നത്. അപ്പം എന്നിട്ടത് മാത്രവുമല്ല, അങ്ങനെ വിശ്വാസപരമല്ലാതെയും ധാരാളം ആളുകളെ മെഡിക്കൽ ഗ്രൗണ്ടിൽ ഇപ്പോൾ ധാരാളമായി ചെയ്യുന്നുണ്ട്. പിന്നെ അതുമാത്രമല്ല, ഇത് മുസ്ലിങ്ങളുടെ മാത്രമല്ല, മറ്റു പല മതങ്ങളിലും ഈ ചേലാകർമ്മം നിർബന്ധമായിരുന്നു, പിന്നീട് അത് ഒഴിവാക്കപ്പെട്ടതാണ്. ഇങ്ങനെ അടക്കം ഒരുപാട് പശ്ചാത്തലമുണ്ടെങ്കിലും ഇതെല്ലാം കൂടി വളഞ്ഞിട്ട് എല്ലാ ദ്വാരങ്ങളിലൂടെ കുത്തിക്കയറ്റാൻ വേണ്ടിയുള്ള പരിശ്രമമാണ് ഇതിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് പറഞ്ഞപ്പോൾ ഇതിനെക്കുറിച്ച് മനോഹരമായ ഒരു കുറിപ്പ് അരുൺ മോഹൻ എന്ന് പറയുന്ന ഒരാൾ എഴുതി. അല്പം ദീർഘമായ കുറിപ്പാണ്, എങ്കിലും ഒന്ന് കേൾക്കണം. അത് നിങ്ങൾ കേട്ടാൽ ഇതിൻ്റെ ഒരു പ്രത്യേകത അദ്ദേഹം എഴുതുകയാണ്, അത് നിങ്ങൾക്ക് കേൾക്കാം.
കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായിട്ട് മലപ്പുറം തിരുനാവായയിൽ ഉത്തരേന്ത്യൻ സന്യാസിമാരുടെ നേതൃത്വത്തിൽ നടക്കാനിരിക്കുന്ന ഒരു ഉത്സവത്തെക്കുറിച്ച് കുറേ വാർത്തകൾ നമ്മളിങ്ങനെ കേൾക്കുന്നുണ്ട്. ഇതിനെ ദക്ഷിണേന്ത്യയിലെ കുംഭമേള എന്നാണ് അവർ വിശേഷിപ്പിക്കുന്നത്. എന്നാൽ പൊതുസമൂഹത്തിന് മുന്നിൽ ഇതിനെ പുരാതനമായിട്ടുള്ള തിരുനാവായ മാമാങ്കം പുനരുജ്ജീവിപ്പിക്കുന്നു എന്ന പേരിലാണ് അവതരിപ്പിക്കുന്നത്. ചരിത്രത്തെയും കേരളീയ പാരമ്പര്യങ്ങളെയും ആചാരാനുഷ്ഠാനങ്ങളെയും സ്നേഹിക്കുന്ന ഒരു വ്യക്തിക്കും ഈ ഒരു വാദത്തോട് പൊരുത്തപ്പെടാനാകില്ല. ഈ വാദം തികച്ചും അസംബന്ധവും കേരളീയ പാരമ്പര്യത്തിന് വിരുദ്ധവുമാണെന്ന് തന്നെ പറയാം. വെറുതെ പറയല്ല, കാരണങ്ങൾ സഹിതം വ്യക്തമാക്കാം. കുംഭമേളയും കേരളവും തമ്മിൽ എന്ത് ബന്ധം? കുംഭമേള എന്നത് പൂർണ്ണമായും ഉത്തരേന്ത്യൻ പാരമ്പര്യമാണ്. പ്രയാഗ്, നാസിക്, ഹരിദ്വാർ, ഉജ്ജയിൻ എന്നീ 4 നഗരങ്ങളിൽ മാത്രമായി ഒതുങ്ങി നിൽക്കുന്ന ഒന്നാണത്. പാലാഴി മഥനത്തിന് ശേഷം അമൃതുമായി അസുരന്മാർ കടന്നുകളഞ്ഞപ്പോൾ ദേവന്മാർ അവരെ പിന്തുടരുകയും ആ സമയത്ത് അമൃതിന്റെ 4 തുള്ളികൾ ഈ നഗരങ്ങളിലെ നദികളിൽ വീഴുകയും ചെയ്തുവെന്നാണ് വിശ്വാസം. 12 വർഷത്തിലൊരിക്കൽ ഈ നദികളിൽ അമൃത സാന്നിധ്യം ഉണ്ടാകുമെന്നും വിശ്വസിക്കപ്പെടുന്നു. ഈ ഐതിഹ്യത്തിന് കേരളവുമായി യാതൊരുവിധ ബന്ധവുമില്ല. കേരളത്തിൽ ഇത്തരമൊരു വിശ്വാസമോ സങ്കല്പമോ നിലവിലില്ല. ഇനി എന്താണ് യഥാർത്ഥ മാമാങ്കമെന്ന് നമുക്ക് നോക്കാം. പുരാതന കേരളത്തിൽ നിലനിന്നിരുന്ന ബ്രാഹ്മണപരമായ ഒരു ഉത്സവമായിരുന്നു മാമാങ്കം. 5-6 നൂറ്റാണ്ടുകളിൽ ഉത്തരേന്ത്യയിൽ നിന്നും കേരളത്തിലേക്ക് കുടിയേറിയ നമ്പൂതിരിമാരാണ് ഇത് ആരംഭിക്കുന്നത്. ഗംഗയെ പോലെ വിശുദ്ധമായി കണ്ട അവർ നിളയുടെ തീരത്ത് ഒരു വൈദിക സംസ്കാരം പുനഃസൃഷ്ടിച്ചു. മറ്റ് ബ്രാഹ്മണ വിഭാഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി നമ്പൂതിരിമാർ ഈ ഒരു പാരമ്പര്യം പിന്തുടരുന്നവരായിരുന്നു. ഭജനകളും പ്രസംഗങ്ങളും നടത്തുന്ന ഉത്തരേന്ത്യൻ രീതിയിൽ നിന്ന് മാറി അഗ്നിയെ സാക്ഷിയായുള്ള യാഗങ്ങളിലും പൂജകളിലും വിശ്വസിക്കുന്നവരാണവർ. 12 വർഷത്തിലൊരിക്കൽ വ്യാഴം ഒരു ഭ്രമണപഥം പൂർത്തിയാക്കുമ്പോഴാണ് മാമാങ്കം നടത്തിയിരുന്നത്. ദേവഗുരുവായ ബൃഹസ്പതിയെ പ്രീതിപ്പെടുത്തി അദ്ദേഹത്തിന്റെ കമണ്ഡലുവിലുള്ള ആകാശഗംഗയെ നിളയിലേക്ക് ഒഴുക്കാനാണ് 56 ദിവസത്തെ അനുഷ്ഠാനങ്ങൾ നടത്തിയിരുന്നത്. ഇതിനായി 2 പ്രധാന ചടങ്ങുകളാണ് ഉണ്ടായിരുന്നത്. എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. മുറജപം. സൂര്യോദയം മുതൽ സൂര്യാസ്തമയം വരെ 56 ദിവസം തുടർച്ചയായ വേദങ്ങൾ ചൊല്ലുന്ന ചടങ്ങാണിത്. സുകൃത ഹോമം. 41 രാവും പകലും തുടർച്ചയായി നടത്തുന്ന ഒരു അഗ്നിഹോമമാണിത്. മുറജപവും സുകൃത ഹോമവും അവസാനിക്കുമ്പോൾ മകം നക്ഷത്രത്തിൽ ബൃഹസ്പതി പ്രത്യക്ഷപ്പെടുകയും ആകാശഗംഗ നിളയിലേക്ക് ഒഴുകുകയും ചെയ്യുമെന്നാണ് വിശ്വാസം. ഇതാണ് മാമാങ്കത്തിന്റെ കാതൽ. മാമാങ്കത്തിന്റെ അധികാരം തിരുവനന്തപുരത്തേക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ചേരാമാൻ പെരുമാളിന് ശേഷം ഈ അധികാരം വള്ളുവക്കോനാതിരിക്കും പിന്നീട് സാമൂതിരിക്കും ലഭിച്ചു. എന്നാൽ 1745 മൈസൂർ പടയോട്ടത്തിൽ സാമൂതിരിക്ക് കനത്ത തിരിച്ചടി നേരിട്ടതോടുകൂടി മലബാറിലെ മാമാങ്കം നിലച്ചു. ഈ അവസരത്തിലാണ് മാർത്താണ്ഡവർമ്മ മഹാരാജാവ് തിരുവിതാംകൂർ വികസിപ്പിക്കുന്നതും പത്മനാഭസ്വാമി ക്ഷേത്രം നവീകരിക്കുന്നതും. മാർത്താണ്ഡവർമ്മ തിരുനാവായയിലെയും തൃശൂരിലെയും മഠങ്ങളുടെ തലവന്മാരെ തിരുവനന്തപുരത്തേക്ക് ക്ഷണിക്കുകയും മുറജപം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ വെച്ച് നടത്താൻ തീരുമാനിക്കുകയും ചെയ്തു. 1749 ആഴ്വാഞ്ചേരി തമ്പ്രാക്കൾ തിരുനാവായയിലെ മാമാങ്കം അവസാനിപ്പിച്ചതായി പ്രഖ്യാപിക്കുകയും എല്ലാ ചടങ്ങുകളും തിരുവനന്തപുരത്തേക്ക് മാറ്റുകയും ചെയ്തു. അങ്ങനെ 1750 തിരുവനന്തപുരത്ത് ആദ്യത്തെ ഭദ്രദീപം നടന്നു. ഇന്നും മുറജപവും ലക്ഷദീപവും നടക്കുന്നത് അവിടെയാണ്. അതുകൊണ്ട് താന്ത്രികമായും ആചാരപരമായും തിരുനാവായയിൽ ഇത്തരം ചടങ്ങുകൾ നടത്താൻ ആർക്കും അധികാരമില്ല. വേദങ്ങൾ ചൊല്ലാൻ അവകാശമുള്ള ഓത്തന്മാരും വൈദികന്മാരും തിരുവനന്തപുരത്താണ് ഒത്തുചേരുന്നത്. അടുത്തതായിട്ട് സന്യാസിമാർക്ക് എന്ത് കാര്യം? കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ സന്യാസിമാർക്ക് പൂജ ചെയ്യാൻ അവകാശമില്ല. സന്യാസം സ്വീകരിക്കുന്നതോടെ അവർ അഗ്നിയുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിക്കുന്നു. കേരളത്തിലെ ക്ഷേത്രങ്ങൾ ആഗ്നേയ പാരമ്പര്യത്തിൽ, അതായത് അഗ്നിയെ ആവാഹിച്ചുള്ള പൂജകൾ അതിൽ അധിഷ്ഠിതമായതുകൊണ്ട് സന്യാസിമാർക്ക് അവിടെ സ്ഥാനമില്ലെന്ന് തന്നെ പറയാം. ഉത്തരേന്ത്യൻ സന്യാസിമാർ കൂട്ടത്തോടെ നദിയിൽ മുങ്ങുന്ന കുംഭമേളയ്ക്ക് കേരളീയ തന്ത്രവിധിയിൽ എന്ത് പ്രസക്തിയാണുള്ളത്? കലണ്ടറിലെ വൈരുദ്ധ്യം. കേരളീയ പഞ്ചാംഗം അനുസരിച്ച് ധനുമാസത്തിലെ മകം നക്ഷത്രമാണ് മാമാങ്കത്തിന്റെ പ്രധാന ദിവസം. അത് 2026 ജനുവരി 6 എന്നാൽ ഇവർ ജനുവരി 14 മുതൽ ഫെബ്രുവരി 3 വരെയാണ് ഉത്സവം നടത്തുന്നത്. ഇത് ഉത്തരേന്ത്യൻ ചാന്ദ്ര കലണ്ടർ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് കേട്ടോ. മലയാളികൾ സൗര കലണ്ടർ, അതായത് സോളാർ കലണ്ടർ പിന്തുടരുന്നവരാണ്. ഉത്തരേന്ത്യക്കാർക്ക് പ്രധാനപ്പെട്ട മാഘമാസത്തിലെ പൗർണമി ഫെബ്രുവരി 1 കേട്ടോ. കേരളത്തിൽ വെറും മകരം 18 പൂയം നക്ഷത്രം മാത്രമാണ്. പൂയം നക്ഷത്രത്തിന് മാമാങ്കവുമായിട്ട് യാതൊരുവിധ ബന്ധവുമില്ല. ചുരുക്കത്തിൽ മറ്റൊരു സംസ്കാരത്തെക്കുറിച്ചുള്ള യാതൊരു ധാരണയുമില്ലാതെ ഉത്തരേന്ത്യൻ ആചാരങ്ങൾ കേരളത്തിലേക്ക് അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമമാണിത്. ഭാരതപ്പുഴയിൽ പൂയം നക്ഷത്രത്തിൽ സന്യാസിമാർ കുളിക്കുന്നതുകൊണ്ട് കേരളീയർക്ക് യാതൊരു കാര്യവുമില്ല. ഏകശിലാ സംസ്കാരം നടപ്പിലാക്കാനുള്ള RSS അജണ്ടയുടെ ഭാഗമാണിത്.
2026 തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് വർഗീയ ധ്രുവീകരണം ലക്ഷ്യമിട്ടിട്ടുള്ള ഒരു രാഷ്ട്രീയ നാടകം മാത്രമാണിത്. ഇതിൽ ഭക്തിയോ പാരമ്പര്യമോ ഇല്ല.